ഗായ്സ്, ഇന്ന് വൈകുന്നേരം നമ്മൾ വെറുതെ ഇന്ന് കറങ്ങാൻ ഇറങ്ങി. അങ്ങനെ ഇന്ന് നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വസുവും ശിവയും ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറിയിടം തൊട്ട് രണ്ടാളും ഭയങ്കര ഡാൻസ് ആയിരുന്നു. അവർ തന്നെ സ്വന്തമായിട്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്തും കളിക്കുമായിരുന്നു കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി വെറുതെ ഇങ്ങനെ നടന്നു കുറച്ച് നേരം. അപ്പോഴേക്കും വസുവിനൊരു ബോൾ കണ്ണിലുടക്കി. അപ്പോൾ തന്നെ വസുവിൻ്റെ ബിജുമാമൻ അത് വാങ്ങിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഫുൾ കളിയായിരുന്നു. വസു ശിവയും കൂടെ ബീച്ചിൽ കിടന്ന് ഫുള്ള് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പുതിയൊരു ഐറ്റം ഗുൽഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് അരിയുന്നു എന്നൊക്കെ ഉള്ളായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര സ്ലോ ആയിരുന്നു എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അതിലിപ്പോൾ ചേർത്തത് ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു ജാമാണ്. അതാണ് ഗുൽഖണ്ഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതെന്തോ റോസാപ്പൂവിൻ്റെ എതളിൻ്റെ ജാമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിൽ നമ്മൾ ബട്ടർ ചേർത്തു. പുള്ളി ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബട്ടറൊക്കെ ചേർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പീസ് ഓഫ് ഐസ്ക്രീമാണ് വെച്ചത് കേട്ടോ. രണ്ടെണ്ണം അല്ല നമ്മൾ വാങ്ങിയത്, നമ്മൾ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പോൾ വസു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, രണ്ടും നമുക്കാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറത്ത് കുറച്ച് പീനട്ട്സ് ഒക്കെ ഇട്ടു. ഇതാണ് സംഭവം. പുള്ളി നമ്മളടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ നേരം മിക്സ് ചെയ്തു. അതിൻ്റെ ഒരു പിങ്ക് കളർ വരുന്നിടം വരെ മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പുള്ളി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ മിക്സ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് വായ വസുവിന് തന്നെ കൊടുത്തു. ആൻഡ് വസുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം, നല്ല രുചിയായിരുന്നു. അങ്ങനെ വസുവും ശിവയും കഴിച്ചു. പിന്നീട് നമ്മൾ മറ്റേ കടല അവിടെ മസാല ചേർത്ത് വെച്ചതാണ് വാങ്ങിയത്. പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. അപ്പോഴത്തേക്ക് വസു കുഴഞ്ഞു. വസു കുറേ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ റാഹത്തിലാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ അടുപ്പിച്ച് അവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വാങ്ങിയത് മന്തിയായിരുന്നു. അച്ഛനും അമ്മയും വാങ്ങിയത് പൊറോട്ടയും എന്തോ ഒരു വെജ് കറിയും ആയിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൂടെ ആയിരുന്നു ഡാൻസ്. ഞാനായിരുന്നു ഫ്രണ്ടിലിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു ഡാൻസ്. ഓരോ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. പക്ഷേ ഇത് ഭയങ്കര രസമാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ കൂടെ പോകാനായിട്ട്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു.